ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇല്ലുസ്ട്രേഷൻ 16 ചെയ്യാൻ പോകണം. ഇല്ലുസ്ട്രേഷൻ 16 അഥവാ ഇത് നമ്മുടെ ബുക്കിൽ ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 3 ആയിട്ടാവും ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഇവിടെ പർട്ടിക്കുലേഴ്സ് എന്നാണ്. ശരിക്കും ഇവിടെ നമുക്ക് എന്തെഴുതാം? എക്സ്പെൻഡിച്ചർ എന്നെഴുതാം. ഇവിടുത്തെ പർട്ടിക്കുലേഴ്സിൽ എന്തെഴുതാം? ഇൻകംസ് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. എന്നിട്ട് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വേണ്ടി വരുന്ന ഐറ്റംസ്, ഒന്ന് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വേണം, രണ്ടാമത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വേണം, മൂന്നാമത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വേണം. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റും ഡിസ്കഷനൊക്കെ ഡെപ്തിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഓൾറെഡി ക്ലാസ് റൂമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റൊക്കെ പറഞ്ഞ് ഹോംവർക്കായിട്ട് തരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. നമ്മൾ ഡയറക്റ്റ് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യും? പോകും. ഓക്കെ, യാ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് ഏത് ബേസാണ്? അക്രൂവൽ ബേസാണ്. അഥവാ ഒരു സാലറി കൊടുക്കാനുണ്ടെങ്കിലും അതെവിടെ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാണിക്കും. എന്നാൽ ആക്ച്വൽ പേയ്മെൻറ്റും റിസീപ്റ്റും മാത്രം കാണിക്കുന്നതാണ് ഏത്? റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്. ഫസ്റ്റ് വൺ വേണ്ടത് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിങ്ങനെ ഇതേപോലെ ഷോർട്ടായിട്ട് എഴുതാണ്ടിരുത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഡെബിറ്റ് സൈഡിൽ ഏതാണ്? റിസിപ്റ്റ്സുകളാണ്, റുപ്പീസ്. ക്രെഡിറ്റ് സൈഡിൽ ഏതാണ്? പേയ്മെൻറ്റ്സ് ആണ്, റുപ്പീസ്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചിലപ്പോൾ നിങ്ങൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ അടുത്തത് പ്രിപ്പയർ ചെയ്യുന്നത് മാറ്റി നമ്മൾ എല്ലാം ടുഗെദർ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന പാറ്റേണാണ്. അടുത്ത ബാലൻസ് ഷീറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്. ഓപ്പണിംഗ് നമുക്ക് അതിൻ്റെ ഡേറ്റ് നോക്കാം. ഇവിടെ ഇപ്പോൾ ക്ലോസിങ് 31 മാർച്ച് 2023 ആയതുകൊണ്ട് ഓപ്പണിംഗ് സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? 1 ഏപ്രിൽ 2022 ആയിരിക്കും. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഇവിടെ ലയബിലിറ്റീസ് ഉണ്ടാവും, റുപ്പീസ് ഉണ്ടാവും, പിന്നെ ഇവിടെ അസറ്റ്സ് ഉണ്ടാവും. ദെൻ വീണ്ടും ഒരു ബാലൻസ് ഷീറ്റ് വേണം. ഓക്കെ, ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഏത് ബാലൻസ് ഷീറ്റാണ്? ആസ് ഓൺ 31 മാർച്ചാണ്. ഓക്കെ, മാർച്ച് 2023. ഇതിന് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയാം. ഞാനിങ്ങനെ ഓപ്പണിംഗ് എന്നോ ക്ലോസിംഗ് എന്നോ സ്പെസിഫൈ ചെയ്ത് എഴുതണമെന്നില്ല. നമ്മൾ ഡേറ്റ് ഇട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നമുക്ക്. ഈ ഡേറ്റിൽ നിന്ന് മനസ്സിലാവും ഇത് ഓപ്പണിംഗ് ആണ്, പിന്നെ ഏതാണ് ക്ലോസിംഗ് ആണ്. ഇവിടെയും ലയബിലിറ്റീസ് എഴുതണം, റുപ്പീസ്, ദെൻ അസറ്റ്സ്, റുപ്പീസ്. ഓക്കെ, പിന്നെ ഞാനൊരു 2-3 അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ട്, വർക്കിംഗ് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാം? അതിൽ ഉപയോഗിക്കാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? നേരെ വരാൻ ശ്രമിക്കണം. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മളിനി എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ എക്സ്പെൻഡിച്ചർ സൈഡിൽ 2 ഐറ്റം ഉണ്ടാവും. രണ്ടായിട്ടല്ല, തെറ്റിപ്പോയി. എക്സ്പെൻഡിച്ചറിൽ എന്തുണ്ടാവും? എക്സ്പെൻസുകളാണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ എക്സ്പെൻസ് നേരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എക്സ്പെൻസ് പേയ്മെൻ്റ് ആണോ ചെയ്യുക, റിസീപ്റ്റ് ആണോ ചെയ്യുക? ഒരു സാലറി നമ്മൾ കൊടുക്കല്ലേ, പേയ്മെൻ്റ് അല്ലേ. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചറിലുള്ള ഐറ്റംസൊക്കെ എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഏത് സൈഡിൽ? പേയ്മെൻറ്റ് സൈഡിലാവും വരുന്നുണ്ടാവും. ഓക്കെ, വിച്ച് മീൻസ് ഈ സൈഡ്, പേയ്മെൻറ്റ് സൈഡ്. ഇതാണല്ലോ പേയ്മെൻറ്റ് സൈഡ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ഐറ്റം എടുത്ത് എഴുതാം. ഫസ്റ്റ് ഐറ്റം സാലറിയാണ്. സാലറിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ സാധാരണ സാലറിയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടോ എന്ന് നോക്കണം. ശരിക്കും ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും.
സാലറിയാണ്. എനിക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ അറിയുന്നതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കുന്നില്ല, അത്രയാണ്. സാലറി എവിടെയാണ്? ഒരു പേയ്മെൻറ്റാണ്. വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ലെങ്കിൽ സാലറി ഡയറക്റ്റ് നമുക്ക് എവിടെ കൊണ്ടുപോയിട്ട് എഴുതാം? പേയ്മെൻറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതാം, റിസിപ്റ്റൻറ്റ് പേയ്മെൻറ്റ്. പക്ഷെ ഇവിടെ സാലറിയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്താ സാലറിയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇതാ 2 അഡ്ജസ്റ്റ്മെൻറ്റാണ്. രണ്ടും ഇത് തന്നെയാണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. പക്ഷെ ഡേറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇതേതാണ്? ക്ലോസിംഗ് ആണ്. ഇതേതാണ്? ഓപ്പണിംഗ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ചെറിയൊരു കൺസെപ്റ്റിന് വേണ്ടി പറയാം. ഈ 1,20,20,000 രൂപ സാലറി ഇവിടെ എങ്ങനെയാണ് എത്തിയത്? ഞാനത് സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിൽ എഴുതുന്നു. ഇങ്ങനെയാണ് എഴുതിയത്. ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കുന്ന പാറ്റേൺ ആണ്. ടു സാലറി ഏതാണ്? പെയ്ഡ്. അറിയില്ല. ആഡ് ഏതാണ്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. അതിൽ ക്ലോസിങ്ങും ഓപ്പണിങ്ങും ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കി എടുത്തതാണ്. അതിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു ജസ്റ്റ് നോക്കാം. ക്ലോസിങ് 8,000, ഓപ്പണിങ് എത്രയാണ്? 6,000. 8ഉം 6ഉം കേട്ടോ. 8,000 1 മിനിറ്റ്. ക്ലോസിങ് 8,000, പിന്നെ മറ്റത് 6,000. ഈ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് 1,20,000. സ്വാഭാവികമായിട്ടും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് കാൽക്കുലേഷൻ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? അഥവാ ഏതോ ഒരു എമൗണ്ടിൻ്റെ കൂടെ 8,000 ആഡ് ചെയ്ത് 6,000 ലെസ് ചെയ്ത് കിട്ടിയതാണ് 1,20,000. അപ്പോൾ ആ എമൗണ്ട് കാണാൻ നമുക്ക് ലോജിക്കലി ആ 1,20,000 ടൈപ്പ് ചെയ്യാം. എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോളൂ. എന്നിട്ട് ആഡ് ചെയ്ത് 8,000 ലെസ് ചെയ്ത് 6,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1,18,000 കിട്ടും. ഇതാണ് സാലറി പെയ്ഡ്. ഇതാണ് എവിടെ കാണിക്കേണ്ടത്? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. സെറ്റാണല്ലോ? അപ്പം നേരെ കൊണ്ടുപോയിട്ട് എന്തെഴുതാം? ഇവിടെ എഴുതാം. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരിക്കും 1,20,000 വന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തിരിച്ച് ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ എഴുതാണ്. എൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. പോസ് ചെയ്ത് ചെയ്താൽ മതി. ബൈ സാലറി. എങ്ങനെ സാലറി കാണാം? സാലറി പെയ്ഡാണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ബൈ സാലറി പെയ്ഡ്. സാലറി എഴുതാം. എത്ര സാലറി? 1 lakh, അഥവാ ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രകാരം എഴുതി. ആഡ് ചെയ്യേണ്ട ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയെ നോർമലി എന്താ ചെയ്യുക? ആഡാണ് ചെയ്യുക. ഇവിടെ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 8,000. ഓപ്പണിങ്ങിനെ നോർമലി എന്താ ചെയ്യാറ്? ലെസ്സാണ് ചെയ്യാറ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓക്കെ. എമൗണ്ട് എത്രയാണ്? 6,000. ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ എടുത്ത് 1,20,000 മൈനസ്, മിസ്റ്റേക്ക് ഒന്നും വരണ്ട. പിന്നെ 8,000 മൈനസ് ചെയ്ത് 6,000 ആഡ് ചെയ്താൽ 1,18,000 കിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. ഇതെവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ. അപ്പോൾ 2 ഉണ്ട്. ഒരെണ്ണം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും മറ്റൊന്ന് ഏതാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും കാണിച്ചാൽ മതി. അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട എമൗണ്ട് എത്രയാണ്? 8,000. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട എമൗണ്ട് എത്രയാണ്? 6,000. ഒരു കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ലയബിലിറ്റി സൈഡിൽ വേണമെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് എഴുതാൻ വേണ്ടി ഒരു സ്ഥലം വിടാം. എന്നിട്ട് മതി. താഴെ എഴുതാം. ഏതാ? ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓപ്പണിങ്ങിൻ്റെ എമൗണ്ടാണ് എഴുതേണ്ടത്. 6,000. തെറ്റിപ്പോരുത്. അടുത്ത ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ ഫണ്ട് എഴുതാനും മറ്റും സ്ഥലം വിട്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒന്നുകൂടെ എഴുതാം. എത്ര എമൗണ്ട് വരുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് 8,000 ആണ് അടുത്തത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നോ ടെൻഷൻ. അടുത്ത ഐറ്റം വരുന്നത് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയാണ്.
പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും താഴെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആ 6000 കൊണ്ടുപോയിട്ട് എഴുതാം. അടുത്ത ഐറ്റം ടെലിഫോണാണ്. ടെലിഫോണുമായി ബന്ധപ്പെട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയുന്നില്ല. ദെൻ അടുത്ത ഐറ്റം പോസ്റ്റേജ് ആണ്. പോസ്റ്റേജുമായി ബന്ധപ്പെട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയുന്നില്ല. ദെൻ അടുത്ത ജനറൽ എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയുന്നില്ല. ദെൻ അടുത്ത ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജ് 5050 അതുമായി ബന്ധപ്പെട്ടും വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ദെൻ ഓഡിറ്റ് ഫീ ആണ് 2500. അതുമായി ബന്ധപ്പെട്ട് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒരു പണിയാം, ഈ ഓഡിറ്റ് ഫീ അല്ലാത്ത ഇവിടുന്ന് അങ്ങോട്ടുള്ള സാധനമൊക്കെ എന്താണ്, അത് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കൊടുത്തു, ആ എമൗണ്ട് ആണോ 6000? ആണ്. എങ്ങനെ മനസ്സിലാക്കുക? വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാനുള്ളതൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്താണോ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലുള്ള പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ആ എമൗണ്ട് തന്നെ ആയിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ എക്സ്പെൻസും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി ഒന്നും നോക്കാതെ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് എവിടെ എഴുതാം? ഇൻകം ആൻഡ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സൈഡിൽ എഴുതാൻ പറ്റും, നോ ഡൗട്ട്. ഏതൊക്കെയാണ് ഐറ്റംസ്? ബൈ. നിങ്ങൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ഫ്രണ്ടിൽ വെച്ച് ക്ലാസ് കേട്ടാൽ എഫക്റ്റീവ് ആവും. ഓക്കെ, അല്ലാതെ ഇതിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ബൈ ഓരോ ഐറ്റം എഴുതാണ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എമൗണ്ട് വരുന്നത് 6000. ദെൻ അടുത്ത് ബൈ ടെലിഫോൺ ചാർജ് 1500. ബൈ postage 500 only. Then by general expense 12,000. By interest and bank charge 5500. മതി. ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതാൻ പറഞ്ഞത്. ഇനി ഇത് എക്സ്പെൻസാണ്. അഥവാ എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റിൽ നമ്മൾ കാണിച്ചു, അവസാനിച്ചു. ഓഡിറ്റ് ഫീയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഐറ്റംസൊക്കെ നമ്മളൊരു സ്റ്റാർ ഇട്ട് വെച്ചാൽ ഗുണം ചെയ്യും. ഓഡിറ്റ് ഫീ എമൗണ്ട് എത്രയാണ്? 2500 ആണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഓഡിറ്റ് ഫീസ് 2 ഉണ്ടല്ലേ. പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2000 തന്നിട്ടുണ്ട്. അങ്ങനെ തന്നുള്ളത്. ഓഡിറ്റ് ഫീ ഫോർ 2023 നോട്ട് പെയ്ഡ് എത്ര? 2500. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റിംഗ് ഫീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോൾ നിലവിലുള്ളത് 2022-23 അന്നത്തെ കൊടുക്കാനുള്ള എമൗണ്ട്, ഞാൻ രണ്ടാമത്തെ ഓഡിറ്റിംഗ് ഫീയുടെ കാര്യം പറയണം. അന്ന് കൊടുക്കാനുള്ള എമൗണ്ട് ഫുള്ളി എന്താണ്? ഫുള്ളി അഥവാ 2500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അഥവാ നിലവിലെ ഇക്കൊല്ലത്തെ ഓഡിറ്റർ കൊടുക്കാനുള്ള ഫീസ് കൊടുത്തിട്ടില്ല, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പിന്നെ ഓഡിറ്റ് ഫീ ഇക്കൊല്ലം കൊടുത്ത എമൗണ്ട് 2000 എന്ന് പറഞ്ഞാൽ ഏത് കൊല്ലത്തെയാണ്? കഴിഞ്ഞ കൊല്ലത്തെയാണ്. കണ്ട? ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഈ 2000 ആദ്യം തന്നെ എവിടെ കാണിച്ചു വരാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചു വരാം. അപ്പോൾ ആ ഭാഗം കൊണ്ട് കഴിയുമല്ലോ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇതാ ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് ആദ്യം തന്നെ എന്ത് കാണിക്കാം? ഓഡിറ്റ് ഫീസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കാം? 2000 അല്ലേ? 2000 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 2000. ഓക്കെ, അത് കാണിച്ചു. ഇനി ഓഡിറ്റ് ഫീ ഇക്കൊല്ലം കൊടുത്ത എമൗണ്ട് എത്രയാണ്? കൊടുത്ത എമൗണ്ട് 2000. ആ കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് എമൗണ്ടാണ്? കഴിഞ്ഞ കൊല്ലത്തേക്കുള്ള എമൗണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ പേയ്മെൻറ്റിൽ ഏത് മാത്രമേ വരുള്ളൂ? ബൈ ഓഡിറ്റ് ഫീസ് പെയ്ഡ് 2000 വരുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. സോറി, ഓഡിറ്റ് ഫീസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലായി എത്ര രൂപ കഴിഞ്ഞ കൊല്ലം ഓഡിറ്റ് ഫീ കൊടുക്കാനുണ്ട്? 2000. അതെപ്പോൾ കൊടുത്തു? ഇക്കൊല്ലം കൊടുത്തു. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, യെസ്. ഇനി
ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഇക്കൊല്ലത്ത് കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ട്. ഇക്കൊല്ലത്ത് കൊടുക്കാനുള്ളത് നമ്മൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. കാരണം റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഏത് ബേസാണ്? ക്യാഷ് ബേസാണ്. ഇനി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പണി പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റ് ആവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ കാണിച്ച എമൗണ്ട് എത്രയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കാണിച്ചിട്ടുള്ളത്? 2500. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അതെങ്ങനെ വന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കാര്യം ക്ലിയർ കട്ട് ക്ലാരിറ്റി ആവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവുക, ടു ഓഡിറ്റ് ഫീസ് പെയ്ഡ് 2000 എഴുതും. എന്നിട്ട് മൈനസ്, ഏത് മൈനസ് ചെയ്യും? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 2000. എന്ത് മൈനസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നിലവിലുള്ള വർഷത്തിൽ ഈ 2000 രൂപ കൊടുത്തത് ഏതാണ്? കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ടാണ്. അപ്പോൾ ഇക്കൊല്ലം നമ്മളത് എക്സ്പെൻസ് ആയിട്ട് എടുക്കണ്ടല്ലോ, അത് ലെസ് ചെയ്യുന്നു. പിന്നെ കൂടാതെ ആഡ് ഏതാണ്? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ വരുന്നത്, ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എമൗണ്ട് എത്ര വരിക? 2500. അങ്ങനെയുള്ള ഈ 2500 അവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. പുർജിത ദിസ് വൺ. ഓക്കെ, യാ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ആനുവൽ ഡിന്നർ കഴിഞ്ഞിട്ടില്ല, ഓഡിറ്റ് ഫീൻ്റെ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ഇല്ലേ, അത് ക്ലോസിങ് ബാലൻസ് ഷീറ്റ് കാണിക്കണേ. ക്ലോസിങ് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ഇത് ക്ലോസിങ് ബാലൻസ് ഷീറ്റ്, ദിസ് വൺ. അതിൽ ഓഡിറ്റ് ഫീ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് ഇത്രയും എമൗണ്ട് 2500 അല്ലേ? ഓക്കെ, അപ്പോൾ അത് തീരുമാനം. അടുത്തത് ആനുവൽ ഡിന്നർ എക്സ്പെൻസ് ഉണ്ട് 25,000 രൂപ. അതിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്, എന്നാലും നോക്കാം. ആനുവൽ ഡിന്നർ എക്സ്പെൻസ് ഇല്ല, മാറ്റങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ അവിടെ എടുക്കില്ല, കാരണം അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസാണ്. അത് എവിടെ മാത്രമേ എടുക്കുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കുള്ളൂ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ എടുക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള ഒന്നല്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അവിടെ എടുക്കും. ഡിപ്രീസിയേഷൻ ക്യാഷ് ബുക്കിൽ എടുക്കുമോ? ഇല്ല. വൈ? ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി എന്താ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ് എന്നാണ്. അവിടെ ക്യാഷിൻ്റെ ഫ്ലോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ എടുക്കില്ലെങ്കിൽ എവിടെ എടുക്കില്ല? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. കാരണം റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സിമിലർ ടു അല്ലെങ്കിൽ സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഈ ഡിന്നർ എക്സ്പെൻസ് മതി. സർപ്ലസ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്, അതും റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ ആനുവൽ ഡിന്നർ എക്സ്പെൻസ് കൂടെ എഴുതിയിട്ട് തിരിച്ചു വരാം. ആനുവൽ ഡിന്നർ എക്സ്പെൻസ് പേയ്മെൻറ്റിൽ ബൈ ആനുവൽ ഡിന്നർ എക്സ്പെൻസ് 25,000. എന്തായാലും തീറ്റയ്ക്ക് കുറവൊന്നുമില്ല, ബാക്കിയുള്ള എമൗണ്ടൊക്കെ ചെറുതാണെങ്കിലും നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, ഭക്ഷണപ്രേമികളാണ്. ഓക്കെ, കാരണം 25,000 രൂപയുടെ അല്ലേ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഏത് സൈഡ് കഴിഞ്ഞു? എക്സ്പെൻഡിച്ചർ സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എവിടെ പോകാം? ഇൻകം സൈഡിലേക്ക് പോകാം. ഇൻകത്തിൽ ഫസ്റ്റ് 1,70,000. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കുറച്ചേറെ പറയുമ്പോൾ നോർമലി 4 ഉണ്ടാവാറ്, 4 ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ തന്നുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, 2 ഔട്ട്സ്റ്റാൻഡിങ്. ഇതേത് ഔട്ട്സ്റ്റാൻഡിങ്? ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഇയറിൻ്റെ ഏതാണ്? 31 മാർച്ചിലാണ്. അപ്പോൾ ഇത് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇതേതാണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഇതേതാണ്? ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇതേതാണ്? ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. എമൗണ്ട് ശ്രദ്ധിച്ച് വെക്കുക. 16,000, 18,000, 13,000 ആൻഡ് 88,400. ഇത്രയും സാധനങ്ങളുള്ളത്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്. അപ്പോൾ എവിടെ എഴുതണം? ടു സബ്സ്ക്രിപ്ഷൻ എന്നെഴുതാം. ഓക്കെ അല്ലേ? എത്ര എമൗണ്ട് റിസീവ്ഡ് എഴുതാൻ നമുക്കറിയില്ല. അവിടെ 1,70,000 ആണുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം ഇതിനെ നമ്മൾ ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്യാൻ പോകണം. നമുക്കറിയാം നമ്മൾ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് നോർമലി ആഡാണ് ചെയ്യാറ്. ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകണം?
ലെസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്. അപ്പം ലെസ് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 18,000 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കിട്ടും. ദെൻ പ്ലസ് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 16,000 ആണ് വരിക. ദെൻ അടുത്ത ഐറ്റം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ ഓപ്പണിംഗ് എന്ത് ചെയ്യണം, നോർമലി നമ്മൾ ഓപ്പണിംഗ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പിന്നെ ക്ലോസിങ് നോർമലി ലെസ്സാണ് ചെയ്യേണ്ടത്, ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓപ്പണിങ് 13,000 ആണ്, ക്ലോസിങ് 8,400 ആണ്. അപ്പോൾ ഇത്രയും പരിപാടികൾ കഴിയാം. എത്ര വരും നോക്കാം. 1,70,000 മൈനസ് 18,000 പ്ലസ് 16,000 മൈനസ് 13,000 പ്ലസ് 8,400 1,63,400 എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇത്രയും സാധനങ്ങൾ അതത് സ്ഥലങ്ങളിൽ എഴുതണം. അറിയാലോ, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, അസറ്റാണ്. അസറ്റ് നേരെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ. അപ്പോൾ ക്ലോസിംഗ് ആണ് ആദ്യം. അപ്പോൾ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആദ്യം ഓപ്പണിംഗ് ആണത് ബാലൻസ് ഷീറ്റ് ഇട്ടാം. അപ്പോൾ ഓപ്പണിങ്ങിൽ എത്ര എഴുതാം, 16,000 എഴുതാം. ദെൻ തൊട്ടടുത്തതിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിങ്ങിൻ്റെ 18,000 എഴുതാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിങ്ങിൽ എത്ര ഉള്ളത്, 13,000 ആണ്. അപ്പോൾ ഇവിടെ അത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലാബിലിറ്റി ആയതുകൊണ്ട് ഇവിടെ എഴുതണം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 13,000. പിന്നെ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ ഷോർട്ടാക്കി എഴുതുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക. വൃത്തിയിൽ എഴുതി ഇപ്പം തന്നെ ശരിച്ചാൽ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫെക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പല കുട്ടികളും പറയാറുണ്ട്, ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, സാറേ പ്രോബ്ലമൊക്കെ ഞങ്ങൾ ചെയ്ത് വെച്ച് എന്തായാലും ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഇതേപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് സെൻറ്റൻസൊക്കെ എഴുതി ചെയ്താൽ നിങ്ങളെ മാർക്കിനെ ബാധിച്ചേക്കാം. ഓക്കെ അല്ലേ? നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, വാല്യുവേഷൻ ഡേറ്റ് ആക്കുമ്പോൾ അങ്ങനത്തെ ക്രൈറ്റീരിയ ഒക്കെ നോക്കി ചെയ്യും. അപ്പോൾ വെറുതെ എന്ത് ചെയ്യരുത്, പഠിച്ചിട്ടും എഴുതി കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടും നിങ്ങൾക്ക് എന്തേ മാർക്ക് കിട്ടാത്ത തോൽക്കുന്നു വെച്ചാൽ ഇതാണ് കാരണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിരിക്കുക. അടുത്തതായി വേദിയിൽ ഓക്കെ എൻട്രൻസ് ഫീസാണ് 4,000. എൻട്രൻസ് ഫീസ് ഇങ്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെ മനസ്സിലായി? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലല്ലേ നമ്മളുള്ളത്. അവിടെ പിന്നെ ഇൻകം അല്ലെങ്കിൽ മറ്റൊന്ന് ഏതാ, ലാബിലിറ്റിയാണ് ബാലൻസ് ഷീറ്റിലല്ല എടുക്കേണ്ടത്. പിന്നെ അതുപോലെ കോൺട്രിബ്യൂഷൻ ഫോർ ഡിന്നറാണ്, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ രണ്ടും റിസീപ്റ്റിൽ കൊണ്ടുപോയിട്ട് എഴുതിയ പരിപാടി കഴിയും. നേരെ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇവിടെ റിസീപ്റ്റ് സൈഡിൽ ടു എൻട്രൻസ് ഫീസ് 4,000 ടു ആനുവൽ ഡിന്നറിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ 36,000 രൂപ. ഓക്കെ, യാ. അപ്പോൾ ഇത്രയും കഴിഞ്ഞിരിക്കുകയാണ് സക്സസ്ഫുള്ളി. ഇനി നേരെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന പരിപാടികളിലേക്ക് പോവാം. മെയിനായിട്ടുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി അടിയിൽ നമുക്ക് വല്ല അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എടുക്കാനുണ്ടോ എന്ന് എന്ത് ചെയ്യാൻ നോക്കി പോവാം. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണ്ടേ. പിന്നെ സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ നമ്മൾ എഴുതിയതാണ്. ഓഡിറ്റ് ഫീസ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കണം. ഇനി നമ്മൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ മനസ്സിലാവും ഇവിടെ എന്തോ തെറ്റുണ്ടെന്നുള്ളത്. ഇനി അടുത്ത കുറച്ച് സാധനങ്ങൾ രസമുള്ളതാണ്. ബിൽഡിംഗ് ഓൺഡ് ബൈ ദ അസോസിയേഷൻ സിൻസ് 2022 മുതൽ ഒരു ബിൽഡിംഗ് അവർ ഓൺ ചെയ്യുന്നുണ്ട്. 1,90,000 രൂപയാണ് ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഒന്നിൻ്റെ ഓക്കെ. ബിൽഡിംഗ് നേരെ അസറ്റിൽ, ഈ ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷനോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് 2022 മുതലുള്ള ബിൽഡിങ് 1,90,000 രൂപയുടെ സ്റ്റിൽ ആ ബാലൻസ് ഷീറ്റിൽ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും സെയിം എമൗണ്ട് ആവും എന്നാണ് ഉദ്ദേശിച്ചത്. ബിൽഡിംഗ് ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്, എത്ര എഴുതാമുള്ള 90,000. ക്ലോസിങ്ങിലും
ബിൽഡിംഗ് 1,90,000. ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടാവില്ലേ? പ്രാക്ടിക്കലി അതിനൊക്കെ ഉണ്ടാവേണ്ടതാണ്. ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല, അത്രമാത്രം. രണ്ടാമത് ഒരു ഇക്വിപ്മെൻറ്റും അതിൻ്റെ ഡിപ്രീസിയേഷനും പറഞ്ഞിട്ടുണ്ട്. ഇക്വിപ്മെൻറ്റ് 52,000 ആണ് എപ്പോൾ ഉള്ളത്? ഓപ്പണിങ്ങിലുള്ളത്. ഈ 52,000 ഉള്ളത് പിന്നെ എത്രയായിട്ടുണ്ട്? 63,000 ആയിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 7,000 കുറച്ച്. അപ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ട്? അപ്പോൾ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ഇക്വിപ്മെൻറ്റിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഇക്വിപ്മെൻറ്റിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഇതെന്തിനാ അറിയാലോ അല്ലേ? ചിലപ്പോൾ നമുക്ക് പർച്ചേസോ സെയിൽസോ ഒക്കെ ഉണ്ടാവും, അത് കാണാൻ വേണ്ടി. അപ്പോൾ ലെഡ്ജർ വരച്ച് വെച്ച് ഒന്നാമത്തെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇക്വിപ്മെൻ്റ് എന്ന് കൊടുക്കാം. ഇക്വിപ്മെൻറ്റ് അക്കൗണ്ടാണ്, അറിയാലോ. ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ഉണ്ടാവും. ഒരു അസറ്റ് ഓപ്പൺ ചെയ്യുക, ഡെബിറ്റിൽ നിന്നാണ് ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ടാണ്. എമൗണ്ട് വരെ 52,000. ദെൻ ക്ലോസ് ചെയ്യുക എങ്ങനെ പറഞ്ഞിട്ടാണ്? ബൈ ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ടാണ്. എത്ര എമൗണ്ട് വരെ? 63,000. പിന്നെ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ഡിപ്രീസിയേഷൻ എത്ര എമൗണ്ട് വരിക? 7,000. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഒരു 7,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഡിപ്രീസിയേഷൻ ആട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ബാലൻസ് ചെയ്യണം. 7,000 പ്ലസ് 63,000 എത്ര വരും? 70,000. 70,000 എത്ര പോകണം? 52,000 പോലെ 18,000 വരും. ഇതെന്താ മീനിങ്? നമ്മൾ ഇക്വിപ്മെൻറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഇക്വിപ്മെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇക്വിപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ബാലൻസ് ഫിഗർ എന്ന് എഴുതി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും, ഇത് ക്വസ്റ്റ്യൻ കിട്ടും, ഇത് കിട്ടും, ഇതെവിടുന്നാണ് വന്നത് എന്ന് പറഞ്ഞിങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബാലൻസ് ഫിഗർ എന്ന് പ്രത്യേകം എന്ത് ചെയ്യണം? എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇതെവിടെയൊക്കെ എഴുതണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞു പോവാം. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം, ഈ 52,000. ഈ 63,000 എവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഈ 7,000 എവിടെ എഴുതണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതണം. നമ്മൾ എഴുതണോ? വേണ്ട, ഓൾറെഡി ക്വസ്റ്റ്യനിൽ എഴുതിയിട്ട് തന്നിട്ടുണ്ട്, നമുക്കത് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യണ്ടല്ലോ. പിന്നെ ഈ ക്യാഷ് എവിടെ എഴുതണം? ക്യാഷിൻ്റെ പേയ്മെൻറ്റ്സിൽ എഴുതണം. കണ്ടില്ലേ? അപ്പോൾ 4 സ്ഥലത്ത് എഴുതണം. 1 ഓൾറെഡി എഴുതി തന്നിട്ടുണ്ട്, ബാക്കി 3 നമുക്കിപ്പോൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. സിമ്പിൾ സാധനം. അയ്യോ, ആൻസർ ഇവിടെ തന്നെ അല്ലേ? അപ്പോൾ നേരെ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. എന്നിട്ട് ഇക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞ് എത്ര എഴുതാം? 52,000. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഇക്വിപ്മെൻറ്റ് എത്രയാ? 63,000. ഇനി പേയ്മെൻറ്റിൽ ബൈ ഇക്വിപ്മെൻറ്റ് അല്ലേ? ജേണൽ എൻട്രി എന്താ? ഇക്വിപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത്രയും എമൗണ്ട് ബാലൻസ് ഫിഗർ 18,000. ഓക്കെ ഗ്രേറ്റ്. ദെൻ അപ്പോൾ അത് കഴിഞ്ഞു, റിലാക്സ് ചെയ്യുക. ദെൻ അടുത്തൊരു കാര്യം പറയുന്നത് എന്താണ്? ഇൻ 2021 ദ അസോസിയേഷൻ റൈസ് ചെയ്ത ബാങ്ക് ലോൺ ഉണ്ട് അത്രേ. അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അടച്ചിട്ടില്ല. അപ്പോൾ ആ ബാങ്ക് ലോൺ ഓപ്പണിങ്ങിൽ ബാലൻസ് ഷീറ്റിലും 30,000 കാണും, പിന്നെ എവിടെയും കാണും? ക്ലോസിങ് ബാലൻസ് ഷീറ്റിലും കാണും. സംശയമില്ലല്ലോ, അടയ്ക്കാത്ത അതുപോലെ തന്നെ ഉണ്ടാവില്ലേ? അപ്പോൾ അത് എഴുതി വന്നാലോ നമുക്ക്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിങ് ബാലൻസ് ഷീറ്റിലും ബാങ്ക് ലോൺ ഉണ്ടാവും. ബാങ്ക് ലോൺ ലയബിലിറ്റിയാണ് അല്ലേ? ബാങ്ക് ലോൺ 30,000. ഇതെങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ 10,000 രൂപ ബാങ്ക് ലോൺ അടച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയും സ്വാഭാവികമായിട്ടും. പക്ഷെ ഇവിടെ അടച്ചിട്ടൊന്നുമില്ല, സ്റ്റിൽ അവിടെ അതുപോലെ തന്നെ ഉണ്ടെന്ന് സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ അസ്യൂം ചെയ്യും 30,000 രൂപ ഓപ്പണിങ്ങിൽ ഒരു ലോൺ ഉണ്ടെങ്കിൽ ക്ലോസിങ്ങിൽ അത് അതുപോലെ തന്നെ ഉണ്ടെന്നായിരിക്കും നമ്മുടെ അസംഷൻ. ഇനി അടുത്ത ഒരു ഐറ്റാണ് എന്ത്? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ഇത് ഡേറ്റ് ശ്രദ്ധിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് ഇത് ഏതാണ്? ക്ലോസിംഗ് ആണ്. ഇത് എന്നത്തെയാണ്? ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് എമൗണ്ട് 13,600 എവിടെ എഴുതണം? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എഴുതണം. ഓക്കെ, റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് എഴുതണം, ക്ലോസിംഗ് എഴുതണം.
ഓപ്പണിംഗ് ഇവിടെയാണ് എഴുതേണ്ടത്. സ്ഥലം ടു ബാലൻസ് ബ്രോഡോ. ശരിക്കും ഇവിടെ ഒരു സ്പേസ് വിടേണ്ടതായിരുന്നു, ഞാൻ വിട്ടില്ല, നിങ്ങൾ വിടണമായിരുന്നു. 13,600. കുഴപ്പമില്ല, എനിക്ക് ഈ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനുണ്ട്. ദെൻ ക്ലോസിങ് എങ്ങനെ വരും? ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 28,500 വരും. ഓക്കെ അല്ലേ? ഇത് രണ്ടും എവിടെ കാണിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും കാണിക്കണം, ക്ലോസിങ് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് എത്ര കാണിക്കാം? ഓപ്പണിങ്ങിൽ 13,600. ഓക്കെ. ക്ലോസിങ്ങിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് എത്ര കാണിക്കാം? 28,500. ഓക്കെ അല്ലേ? ദെൻ ക്വസ്റ്റിലേക്ക് പോകും. ഇത് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി വേറെ ഒന്നും ചെയ്യാമല്ലോ. ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ടല്ലേ, 2,20,600 തന്നിട്ടുണ്ട് ക്യാപിറ്റൽ ഫണ്ട്. 2,20,600 എന്നത്തേണ്? കഴിഞ്ഞ കൊല്ലത്തെ അല്ലേ, 2,20,600. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് അങ്ങനെയാണെങ്കിൽ കാണേണ്ടതില്ലല്ലോ. വേണോ? വേണ്ട, കാരണം 2,20,600 തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു കാണണം? ഓക്കെ. അപ്പോൾ ശരിക്കും ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നോർമലി കിട്ടുന്നത് ഏതാണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. പക്ഷെ നമുക്കത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്തിട്ടാൽ മതി. 13,600 അത് ക്രെഡിറ്റ്, റിസിപ്റ്റ് എഴുതാണ്, ഡെബിറ്റ്. 13,600 പ്ലസ് 1,63,400 പ്ലസ് 4,000 പ്ലസ് 36,000, അങ്ങനെ 2,17,000 ടോട്ടൽ റിസിപ്റ്റ് വന്നു. ഈ പേയ്മെൻറ്റ് 1,18,000 പ്ലസ് 6,000 പ്ലസ് 1,500, 500, 12,000, 5,500, 2,000, 25,000, 18,000, 28,500. മാഷാഅല്ലാഹ്. അപ്പോൾ 2,17,000 ഇവിടെ വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ. ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടോ ചിലർക്ക്? സാധാരണ ഇതൊക്കെ എഴുതി റിസിപ്റ്റ് ഇട്ട് പിന്നെ ഇത്രയും ഭാഗങ്ങളുടെ സാധനം ലെസ് ചെയ്താൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ഇവിടെ. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇത് തന്നല്ലോ. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യാൻ പോവാം. രസം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ബാലൻസ് ഫിഗർ ഓൾറെഡി ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ. എനിവേ നോക്കാം. 1,90,000 പ്ലസ് 16,000 പ്ലസ് 52,000 13,600 ഈസ് ഈക്വൽ ടു എത്ര വരും? 2,71,600 വരും. 271,600 മൈനസ് 6,000, 2,000, 13,000 ആൻഡ് 30,000. അപ്പോൾ 2 lakh. ഓക്കെ. തന്നെ ഈ എമൗണ്ട് തന്നെയല്ലേ ക്യാപിറ്റൽ ഫണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ക്യാപിറ്റൽ ഫണ്ട് കാണിക്കേണ്ടതില്ല. ഓക്കെ. യെസ്, ബാലൻസ് ഫിഗർ. ഇനി ക്യാപിറ്റൽ ഫണ്ട് നേരെ എവിടെ എഴുതണം? താഴത്ത് എഴുതണം. ക്യാപിറ്റൽ ഫണ്ട് ഇന്നർ കോളത്തിൽ 220,600. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? സർപ്ലസ് ആഡ് ചെയ്യണം. സർപ്ലസ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഐ തിങ്ക് 30,000. ക്വസ്റ്റ്യൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നല്ലേ കിട്ടുക മക്കളെ? അപ്പോൾ അത് തന്നല്ലേ. 250,600. ഓക്കെ. ആഡ് ചെയ്യാൻ ഇനി അല്ലേ? പ്ലസ് 8,000 പ്ലസ് 2,500 പ്ലസ് 8,400 പ്ലസ് 30,000 ഈസ് ഈക്വൽ ടു 2,99,500 ആണ് ടോട്ടൽ വരിക. ഞാനിവിടെ കോൺഫിഡൻഷ്യലി എഴുതാണ്, ക്രെഡിറ്റിലും അങ്ങനെ തന്നെ വരുന്നത്. 18,000, 1,90,000, 63,000, 28,500. ഓക്കെ, ഗ്രേറ്റ്, അൽഹംദുലില്ലാ. അപ്പോൾ രണ്ടുകൂടെ എന്ത് ചെയ്തിട്ട് ഒരേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റും തന്നാൽ എങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ദാറ്റ്സ് ഓൾ. അപ്പോൾ വീണ്ടും കാണാം അടുത്ത ക്വസ്റ്റ്യനുമായിട്ട്. ടാറ്റാ, ബൈ ബൈ.